Assalamualaikum. Good morning to all. Welcome to Max class. We can start our class with dua for knowledge. Rabbi Yasir, Wala Tuasir, Watamim Bil Khair, Wabikin Asta'inu, Ya Fattahu, Rabbi Sidini Ilma. Rabbi Sidini Ilma, Rabbi Sidini Ilma. So, in the last class, we started our 12th chapter, that is division. So what do you mean by division? Division means when we share things equally, we use division. Okay, so we have two symbols and division sentence we പഠിച്ചു. ആ രണ്ട് സിമ്പിൾസും യൂസ് ചെയ്ത് ഡിവിഷൻ സെന്റൻസ് എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ചു. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ് 12 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 3 എന്ന് അല്ലേ. സോ ആ 3 നമ്മൾ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ 12 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു ഡാഷ്. ഇതെങ്ങനെയാണ് ഇവിടെ 3 വരുന്നതെന്ന് നോക്കാം. സോ നമ്മൾ എങ്ങനെയാണോ നമ്മൾ എപ്പോഴും ഡിവിഷൻ ചെയ്യുന്നത് നമ്മളുടെ ലോങ് ഫോമിലാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത്. ഏത് ഫോമിലാണ്? ലോങ് ഫോം. ഓക്കെ, സോ നമ്മൾ ഏതാണ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്? ലോങ് ഫോമിൻ്റെ സിമ്പിളാണ് ഇത്. ഓക്കെ, സോ നമുക്ക് എന്താണ് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത്? 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ 12 നമ്മൾ എന്ത് എഴുതണം? അകത്ത് എഴുതണം. ഓക്കെ, ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 4. സോ അത് നമ്മൾ പുറത്ത് എഴുതാം. ഓക്കെ, സോ ഇനി മുകളിൽ ആൻസർ എങ്ങനെ കിട്ടും എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ അതിന് നമ്മൾ വീണ്ടും ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ടേബിളാണ്. എന്താണ്? ടേബിൾസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് 4ൻ്റെ ടേബിളാണ്. ഏതിൻ്റെ ടേബിളാണ്? 4ൻ്റെ ടേബിൾ. 4ൻ്റെ ടേബിളിൽ 12 ആൻസർ ആയിട്ട് വരുന്നത് എത്രാമത്തെ ടൈംസ് ആണെന്ന് നോക്കുക. 4ൻ്റെ ടേബിളിൽ 12 ആൻസർ ആയിട്ട് വരുന്നത് 4ൻ്റെ എത്രാമത്തെ ടൈംസിലാണെന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് നോക്കിയേ? 1 4s are 4, 2 4s are 8, 3 4s are 12. ഓക്കെ, സോ നമുക്ക് കിട്ടിയല്ലോ. നമുക്ക് ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? 4ൻ്റെ ടേബിളിൽ 12 ആൻസർ കിട്ടുന്ന എത്രാമത്തെ ടൈംസ് ആണെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ അതാ ഇവിടെ നോക്കിക്കേ, 12 നമുക്ക് ആൻസർ കിട്ടിയില്ലേ? സോ 12 നമുക്ക് ആൻസർ കിട്ടി. എത്രാമത്തെ ടൈംസിലായിരുന്നു വന്നത്? 3 4s are 12 അല്ലേ? 3 4s are 12. സോ 4 എടുക്കണ്ട, കാരണം എന്താ? 4 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ 4ൻ്റെ കൂടെ ഏത് നമ്പറാണ് വരുന്നത്? 3 അല്ലേ? 3 4s are 12. 3 ടൈംസ് ആണ് എന്ത്? 4ൻ്റെ 3 ടൈംസ് ആണ് എന്ത്? 12. സോ ദ ആൻസർ ഈസ് 3. ഓക്കെ, സോ ദ ആൻസർ ഈസ് 3. Okay, so one more example. 6 divided by 3 is equal to dash. 6 divided by 3 is equal to dash. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എന്തായിരിക്കും ആൻസർ എന്ന്? സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ലോങ് ഫോം ഓഫ് ഡിവിഷൻ. ഓക്കെ, സോ സിമ്പിൾസ് ഏതായിരുന്നു? ഓക്കെ, ഇതല്ലേ സിമ്പിൾ. ഓക്കെ, ഏത് നമ്പറിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെ ചെയ്യുന്നു? 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 സിമ്പിളിൻ്റെ അകത്ത് വരണം. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? 3 പുറത്ത് എഴുതുക. ഇനി ആൻസർ കിട്ടണ്ടേ? ആൻസർ എവിടെയാണ് വരുന്നത്? ഈ മുകളിലാണ് നമ്മൾ ആൻസർ എഴുതുന്നത്. ഓക്കെ, സോ ഈ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? അപ്പോൾ ഏതിൻ്റെ ടേബിൾ നോക്കണം? 3ൻ്റെ ടേബിൾ. 3ൻ്റെ ടേബിളിൽ 6 എത്രാമത്തെ ടൈംസ് ആണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. എന്താ മിസ് പറഞ്ഞത്? 3ൻ്റെ ടേബിളിൽ 6 എത്രാമത്തെ ടൈംസ് ആണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ 3ൻ്റെ ടേബിൾ നമുക്ക് നോക്കാം. 1 3s are 3, 2 3s are 6. സോ ആൻസർ എവിടെ കിട്ടി? 6. നമുക്ക് എന്താ വേണ്ടുന്നത്? 3ൻ്റെ ടേബിളിൽ 6 എത്രാമത്തെ ടൈംസ് ആണ് വരുന്നതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കിതാ ഇവിടെ ആൻസർ കിട്ടിയില്ലേ? 6. ഓക്കെ, 6 എത്രാമത്തെ ടൈംസ് ആണ് വന്നത്? 2.
2 3s are 3ന്റെ 2 ടൈംസ് ആണ് എന്തെന്ന് പറയുന്നത് 6. അപ്പോൾ ആൻസർ എന്താ കിട്ടിയത് 2. So the answer is 2. So 6 divided by 3 is equal to 2. Okay ആണോ? Okay, another one. Divided by 4 is equal to dash. 8 divided by 4 is equal to dash. എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ലോങ് മെത്തേഡിലുള്ള സിമ്പിൾ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഏത് നമ്പറിനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് 8നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ സിമ്പിളിൻ്റെ അകത്ത് എഴുതണം. ഓക്കെ ആണോ? ദെൻ ഇനി ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? സോ അതുകൊണ്ട് എന്ത് ചെയ്യുക? സിമ്പിളിന് പുറത്ത് എഴുതാം. ഇനി ചെക്ക് ചെയ്യേണ്ടത്, ലിസൺ കെയർഫുള്ളി, 4ന്റെ ടേബിളിൽ 8 എത്രാമത്തെ ടൈംസ് വരുമെന്ന് നോക്കുക. എന്താ? 4ന്റെ ടേബിളിൽ 8 ആൻസർ എത്രാമത്തെ ടൈംസ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 4ന്റെ ടേബിൾ എങ്ങനെയാണ്? 1 4s are 4, 2 4s are 8, 3 4s are 12. അങ്ങനെയല്ലേ ഈ ടേബിള്? അതിൽ നമുക്ക് ആൻസർ ഏതാണ് വരേണ്ടത്? 8 അല്ലേ? 8 ആൻസർ വരുന്നത്. നോക്കിക്കേ, 8 ആൻസർ വരുന്നത് 4ന്റെ എത്രാമത്തെ ടൈംസ് ആണ്? 2 ടൈംസ് അല്ലേ? 2 4s are 8, 2 4s are 8. സോ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് 8നെ. സോ 8 ആൻസർ കിട്ടണമെങ്കിൽ 4ന്റെ എത്രാമത്തെ ടൈംസ് ആണ്? 2 ടൈംസ്. So the answer is 2. Okay, answer എത്ര കിട്ടി? 2. Okay, ഒന്നുകൂടെ നോക്കിക്കേ. divided by 5 equal to dash. എന്താണ്? 10 divided by 5 equal to dash. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യും? സോ ഫസ്റ്റ് എന്ത് എഴുതുക? നമ്മുടെ ലോങ് മെത്തേഡിലുള്ള സിമ്പിൾ യൂസ് ചെയ്യുക. ഓക്കെ ആണോ? ദെൻ ഏത് നമ്പർ ഫസ്റ്റ് എഴുതണം? 10. അത് എവിടെ എഴുതണം? സിമ്പിളിൻ്റെ അകത്ത്. ഓക്കെ, സോ 10നെയാണ് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 10നെയാണ് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും വലിയ നമ്പറിനെയാണ് നമ്മൾ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ 10നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏത് നമ്പർ കൊണ്ട്? 5 കൊണ്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് എഴുതണം? സിമ്പിളിന് വെളിയിൽ എഴുതണം. ആൻസർ എവിടെയാണ് വരുന്നത്? മുകളിൽ. ഓക്കെ ആണോ? സോ ഓക്കെ, ഇനി എന്താണ്? 5ന്റെ ടേബിൾ അല്ലേ എടുക്കേണ്ടത്? അതോ 10ന്റെ ടേബിൾ ആണോ എടുക്കേണ്ടത്? അല്ല, 5ന്റെ ടേബിൾ. കാരണം ആൻസർ എന്ത് കിട്ടണം? 10 കിട്ടണം. ഓക്കെ, 5ന്റെ ടേബിളിൽ 10 എത്രാമത്തെ ടൈംസ് ആണ് വരുന്നത് നോക്കുക. ഓക്കെ, സോ 1 5s are 5, 2 5s are 10, 2 5s are 10. ഓക്കെ, സോ ആൻസർ എത്ര കിട്ടി? 10 വട്ടി. 2 5s are 10. അപ്പോൾ 5ന്റെ ടേബിളിൽ 10 എത്രാമത്തെ ടൈംസ് ആണ് വരുന്നത്? 2 ടൈംസ്. സോ ദ ആൻസർ ഈസ് 2. ഓക്കെ ആണോ? സോ ഇതിനെല്ലാം ബേസ് ആയിട്ട് എന്തറിഞ്ഞിരിക്കണം? ടേബിൾ അറിഞ്ഞിരിക്കണം. എന്തറിഞ്ഞിരിക്കണം? ടേബിൾ അറിഞ്ഞിരിക്കണം. 2 തൊട്ട് 10 വരെയുള്ള ടേബിൾസ് എല്ലാവരും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല, ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണോ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ്റെ ടേബിൾ പഠിച്ചു വെക്കുക. ഓക്കെ, സോ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 73. Let us try 12.1. Okay, page 1 number 73. So first എന്താണ്? Help Avni share 8 bananas equally with her friends in the boxes. Draw the number of bananas Avni and each of her friend will get. എന്താണ്? ഒരു 4 ബോക്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുന്നുണ്ടോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയേ. പേജ് നമ്പർ 73 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അവന് എന്ത് ചെയ്യാണ്? 8 ബനാനാസ്. എത്ര ബനാനാസ് ഉണ്ട് അവളുടെ കയ്യിൽ?
8 ബനാനാസ് ഉണ്ട്. അത് അവളുടെ ഈക്വൽ ആയിട്ട് അവളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. ഈക്വലി ഡിവൈഡ് ചെയ്യാണ് അല്ലേ? ഈക്വലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത്? ഡിവിഷൻ ആണ് അവിടെ വരുന്നത് അല്ലേ? അവന് ഷെയർ 8 ബനാനാസ് ഈക്വലി വിത്ത് ഹർ ഫ്രണ്ട്സ്. In the boxes, draw the number of bananas Avani and each of her friends will get. എന്താണ് ആ ബോക്സിനകത്ത് എന്ത് വരയ്ക്കണം? ബനാന വരയ്ക്കണം അല്ലേ? ഓരോ ഫ്രണ്ടിനും കൊടുക്കുന്ന എത്ര വെച്ചുള്ള ബനാനയാണെന്ന് നമ്മൾ ആ ബോക്സിൽ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര ബോക്സ് ഉണ്ട്? 4 ബോക്സ് ഉണ്ട് അല്ലേ? ഓക്കെ, 4 ബോക്സ് ഉണ്ട്. എത്ര ബനാനാസ് ഉണ്ട്? 8 ബനാനാസ് ഉണ്ട്. ഓക്കെ, ഒരാൾക്ക് എത്ര വെച്ച് കൊടുക്കും? നോക്കിക്കേ, 8 ബനാനാസ് ഉണ്ട്. എത്ര ബോക്സ് ഉണ്ട്? 4 ബോക്സ് ഉണ്ട് അല്ലേ? സോ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? 8 ബനാനാസ് 4 ബോക്സിനകത്ത് നമ്മൾ 4 ഫ്രണ്ട്സിനാണ് അവരെന്ത് ചെയ്യുന്നത്? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ എത്ര ബനാനാസ് വെച്ച് ഒരാൾക്ക് കിട്ടും എന്നാണ് ചോദ്യം. ഓക്കെ, സോ എന്ത് ചെയ്യുക? 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവർക്കും ഫസ്റ്റ് നമുക്ക് 8 ബനാനാസ് ഈ 4 ബോക്സിനകത്തായിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഓരോ ബനാന ഒരാൾക്ക് കൊടുത്തു, അടുത്ത ബനാന കൊടുത്തു, അടുത്ത ബനാന കൊടുത്തു, അടുത്ത ബനാന കൊടുത്തു. അപ്പോൾ മൊത്തം എത്രയായി? 4 ബനാനാസ് ആയി അല്ലേ? 4 ബനാനാസ്. ഇനി ബാക്കി എത്ര ബനാനയുണ്ട്? 4 ഉണ്ട്. മൊത്തം 8 ആണ്. അതിൽ ഓരോരുത്തർക്കും ഞാൻ ഓരോന്നങ്ങ് കൊടുത്തു. ഓക്കെ, ഓരോ ബോക്സിലും. ഇനി അടുത്ത എന്താണ്? ബാക്കിയുള്ള 4ഉം ഞാൻ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. അപ്പം എത്രയായി? 2, 4, 6, 8. സോ 8 ബനാനാസ് ഈക്വൽ ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ഒരു ബോക്സിൽ എത്രയാണ്? 2 ബനാനാസ്. ഒരു ബോക്സിൽ എത്ര ബനാനയുണ്ട്? 2 ബനാനാസ്. സോ നമുക്ക് ഇനി നോക്കാം. 8നെ ഈ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ നിങ്ങൾ. നമുക്ക് 2 തന്നെയാണോ ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. 8നെ നമ്മൾ 8നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8നെ നമുക്ക് 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് എന്ത് ചെയ്യുക? 4ൻ്റെ ടേബിളിൽ 8 എത്രാമത്തെ ടൈംസ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ 1 4s are 4, 2 4s are 8. സോ എത്ര ടൈംസ് ആണ്? 2 4s are 8. സോ 8 ആൻസർ വരുന്നത് എത്രാമത്തെ ടൈംസ് ആണ്? 2 ടൈംസ്. 4ൻ്റെ 2 ടൈംസ് ആണ് ആൻസർ വരുന്നത്. സോ എത്രയാണ്? 2. സോ each person will 2 bananas അല്ലേ? will get 2 bananas. ഒരു പേഴ്സൺ എത്ര വെച്ച് കിട്ടും? 2 ബനാനാസ് വെച്ചിട്ട് കിട്ടും. എന്ത് ചെയ്യും? 8നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈക്വലി ഷെയറിങ് ആണ് അല്ലേ? സോ ഈക്വൽ ആയിട്ട് ഡിവൈഡ് 8 ബനാനാസ് 4 സ്റ്റുഡൻസിന് അല്ലെ 4 ഫ്രണ്ട്സിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് 2 ബനാനാസ് വെച്ചിട്ട് കിട്ടും. ഓക്കെ ആണോ? സോ അതുപോലെ നിങ്ങൾ ആ സെക്കൻഡ് വൺ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, so adile third one, there are 20 books on a shelf. Can we distribute the books among 5 children equally? How many books will each child get? എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ? തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് us try 12.1ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരു ഷെൽഫിൽ 20 ബുക്സ് ഉണ്ട്. എത്ര ബുക്സ് ഉണ്ട്? 20 ബുക്സ്. ഒരു ഷെൽഫിൽ എത്രയാണ്? 20 ബുക്സ് ആണ് ഇരിക്കുന്നത്. ഓക്കെ, സോ 20 ബുക്സ് ഉണ്ട്. ക്യാൻ വി ഡിസ്ട്രിബ്യൂട്ട് ദ ബുക്സ് എമംഗ് 5 ചിൽഡ്രൻ ഈക്വലി? നമുക്കത് എന്ത് ചെയ്യാൻ പറ്റണം? 5 ചിൽഡ്രന് എന്താണ്? ഈക്വൽ ആയിട്ട് 5 ചിൽഡ്രന് ഈക്വൽ ആയിട്ട് അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഹൗ മെനി ബുക്സ് വിൽ ഈച്ച് ചൈൽഡ് ഗെറ്റ്? എങ്കിൽ ഓരോ കുട്ടിക്കും എത്ര ബുക്ക് വെച്ച് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. സോ എന്ത് ചെയ്യാം? നമ്മളുടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഈ 20 ബുക്സിനെ ഈക്വൽ ആയിട്ട് നമ്മൾ 5 സ്റ്റുഡൻസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്താണ്? ഓരോ കുട്ടിക്കും കിട്ടുന്ന ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യുക? 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12നെ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോറി 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും?
സോ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, 20യെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. സോ 5 നമ്മൾ സിമ്പലിന് പുറത്ത് എഴുതി, 20 നമ്മൾ സിമ്പലിന് അകത്ത് എഴുതി. ഓക്കെ, ഇനി 5ന്റെ ടേബിളിൽ 20 എത്രാമത്തെ ടൈംസ് ആണെന്ന് നോക്കിക്കേ. 5ന്റെ ടേബിളിൽ 20 എത്രാമത്തെ ടൈംസാ? ഫസ്റ്റ് 1 5s are 5, 2 5s are 10, 3 5s are 15, 4 5s are 20. സോ 5ന്റെ ടേബിളിൽ 20 5ന്റെ എത്രാമത്തെ ടൈംസ് ആണ്? 4 ടൈംസ്. ഓക്കെ, സോ അപ്പം 20 ബുക്സ് 5 സ്റ്റുഡൻസിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കുട്ടിക്ക് എത്ര ബുക്സ് വെച്ച് കിട്ടും? 4 ബുക്സ്. ഓക്കെ, 4 ബുക്സ് വെച്ചിട്ട് കിട്ടും. ഓക്കെ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? സോ വാട്ട് വി ഹാവ് സ്റ്റഡീഡ്, നമ്മൾ ഡിവിഷൻ പഠിച്ചു അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഡിവിഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചു, ഡിവിഷൻ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു, സിമ്പിൾസ് പഠിച്ചു അല്ലേ? സോ നമ്മൾ അതെങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു. എന്താണ് ഇപ്പോൾ 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? 20 നമ്മൾ എന്ത് എഴുതുക? ലോങ് ഫോം ഓഫ് ഡിവിഷനകത്ത് ആ സിമ്പിൾ യൂസ് ചെയ്തിട്ട് സിമ്പിളിനകത്ത് 20 എഴുതുക, 5 പുറത്ത് എഴുതുക, എന്നിട്ട് ആൻസർ ആയിരിക്കും മുകളിൽ വരുന്നത്. ഓക്കെ, സോ 5ന്റെ ടേബിളിൽ 20 എത്രാമത്തെ ടൈംസ് ആണെന്ന് നോക്കുക. 5ന്റെ ടേബിളിൽ 20 4 ടൈംസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ആൻസർ ഈസ് 4. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്. സോ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക? ടേബിൾസ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. ബൈഹാർട്ട് ചെയ്യാത്തവർ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമ്മുടെ എക്സാമിൻ്റെ പോർഷൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. അസ്സലാമു അലൈക്കും.